ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ പറയുക, നമ്മളെ ചാനൽ വീണ്ടും ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന മൂവിയുടെ നമ്മൾക്ക് 2013 ശേഷം എനിക്ക് തോന്നുന്നു ഈ സിനിമേൻ്റെ പേര് വരാതെ നമ്മൾ കേൾക്കാൻ നിന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ദൃശ്യം സിനിമയെ പറ്റിയാണ് പറയണത്. സോ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം കഴിഞ്ഞ് ഇനി മൂന്നാം ഭാഗം വരാൻ പോകുന്ന കാര്യം ഒഫീഷ്യലി വന്നതാണ്, നമുക്ക് അതിനെപ്പറ്റി അറിയാം. സോ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയപ്പം നിങ്ങളായിട്ട് ഷെയർ അയച്ച് വന്നാണ് വീഡിയോ ചെയ്താണ്. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് എനിക്ക് കണ്ടന്റ് ചെറുങ്ങനെ ചേഞ്ച് ചെയ്യാതാലോ എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് എന്നാലും ലാലേട്ടൻ്റെ സിനിമയും എനിക്ക് ഇഷ്ടമുള്ള സിനിമേൻ്റെ ന്യൂസുകളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ എനിക്ക് പുതിയൊരു കണ്ടന്റ്, എന്താ പറയുക, ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ കാണാനുണ്ടാവുന്ന, ഇപ്പം ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചില സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. സോ എനിക്ക് ആഗ്രഹമുള്ള സബ്ജക്റ്റ് ഞാൻ കുറേ ഇപ്പോൾ റിസർച്ചും കുറേ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ആയ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഭയങ്കര അതിനായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അതിലേക്ക് നിൽക്കുകയാണ്. കാരണം എനിക്ക് നമ്മളെ ഈ ഏൻഷ്യൻ ഹിസ്റ്ററി, എസ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ ഹിന്ദു മിത്ത്, നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ രാമായണം, മഹാഭാരതം പോലുള്ള നമ്മുടെ ഹിന്ദു പുരാണങ്ങളും ഏൻഷ്യൻ ഹിന്ദു എന്താ പറയുക, നമ്മളൊരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കേൾക്കുന്ന നമ്മളെ പുരാണങ്ങളൊന്നും ഒരിക്കലും ഒരു ഫിക്ഷൻ അല്ല. ഫിക്ഷനാണ് അതെന്ന് പറയുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ വിവരമില്ലായ്മ ഉള്ളതെന്നാണ് പറയേണ്ടത്. അതൊക്കെ നമ്മളെക്കാളും ഒക്കെ ഒരു 10,000-14,000 വർഷങ്ങൾക്ക് മുന്നേ ഈ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനാണ് എന്ന് വിശ്വസിക്കാൻ. തമ്പനയിൽ വന്നുള്ള സാധനം ഇപ്പം പറയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ പോലും ഞാൻ ഇനി വരാനിരിക്കുന്ന ഈ ചാനലിൽ ഞാൻ ആ കണ്ടന്റിലേക്ക് മാറ്റാനാണ് എൻ്റെ ആഗ്രഹം. ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. സോ ഇതിന് സംഭവത്തിലേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഫൈൻഡിങ്സും ഉണ്ട്. അതായത് നമ്മളെ ശ്രീരാമനും നമ്മുടെ എന്താ പറയുക, നമ്മളെ ഇന്ത്യൻ പുരാണങ്ങളിലുള്ളവരൊക്കെ എന്താ പറയുക, നമ്മളെക്കാട്ടി മുന്നേ ഇവിടെ ജീവിച്ച ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഇവിടെ ജീവിച്ചിട്ടുണ്ട് നമ്മളെക്കാട്ടി മുന്നേ, നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യന്മാരെക്കാട്ടി മുന്നേ. സോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് തെളിവുകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് ഇനി അങ്ങോട്ട് പതിയെ പതിയെ അതിലേക്ക് കിടക്കുകയാണ്. സോ അതിന് മുമ്പേ മേ ബി നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ എന്തായാലും അത് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ദൃശ്യം 3 കൺഫേംഡായി. സിനിമ ഷൂട്ട് എന്താ പറയുക, ഒഫീഷ്യലി അനൗൺസ് ചെയ്ത കാര്യമാണ്. സോ ജിത്തു ജോസഫിൻ്റെ അതിന് മുമ്പായിട്ട് ഇപ്പോൾ വരുന്ന മിറാഷ് എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് ആസിഫ് അലിയുടെ സിനിമ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെക്സ്റ്റ് വീക്ക് റിലീസ് ആകും. സോ അതിൻ്റെ ഇൻ്റർവ്യൂ ടൈമിൽ ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യം ജസ്റ്റ്, അതായത് ദൃശ്യം 3 സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു, സ്ക്രിപ്റ്റിൻ്റെ എല്ലാ വർക്കും ഫിനിഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞു. അതായത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അതിനർത്ഥം അടുത്ത മാസം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കില്ല, ബട്ട് അതിൻ്റെ പ്രപ്പ്, അതായത് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ബട്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ദൃശ്യം 3ൻ്റെ കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. സോ ഓഫ് കോഴ്സ് എന്തായാലും ഷൂട്ടിംഗ് ആയിരിക്കില്ല എന്ന് ഇപ്പോഴും വിശ്വസിച്ചു. അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഷൂട്ടിംഗ് ആണോ എന്ന് അറിയില്ല നമുക്കിപ്പോഴും. ഇതിന് മുമ്പ് പാരലലി അദ്ദേഹം ഈ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ദൃശ്യത്തിലേക്ക് കടക്കാം, ദൃശ്യം 3ലേക്ക് കടക്കാൻ പോവാണ്. സോ നമുക്ക് ദൃശ്യത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2013 ശേഷം എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ദൃശ്യം 3. സോ അതിനോട് കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഭയങ്കര എക്സ്പെക്ടേഷനിൽ ദൃശ്യം 2 OTTയിലാണ് വന്നത്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു പിഴവ് എന്നല്ല, ആ ഒരു ഇത് അവിടെ കിടക്കുന്നുണ്ട്. സോ ദൃശ്യം 3 അപ്പം ഇറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷം, ഉത്സവം, ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇനി അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവി എന്തായാലും ദൃശ്യം 3 തന്നെ ആയിരിക്കും. കാരണം ഈ വർഷം ലാലേട്ടൻ്റെ വർഷമാണ്. എമ്പുരാനിൽ തുടങ്ങിയിട്ട് എല്ലാം ഹിറ്റായി കൊണ്ട് ഭയങ്കര വിജയം, ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ബുദ്ധിമുട്ടി കുറേ വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഈ വർഷം എന്തായാലും ലാലേട്ടൻ്റെ വർഷമാണ്. സോ അതിലേക്കാണ് ദൃശ്യം 3 വരാൻ പോകുന്നത്. അപ്പോൾ ദൃശ്യം 3ൻ്റെ നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനോ എക്സ്പെക്ട് ചെയ്യാനോ ഒന്നുമില്ല. കാരണം ജിത്തു ജോസഫാണ്, നമുക്ക് വിശ്വാസമുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ദൃശ്യം 2ഉം 1ഉം പോലെയല്ല ദൃശ്യം 3 എന്നാണ് പറയുന്നത്. നമ്മൾ പുതിയ ക്യാരക്ടേഴ്സൊക്കെ വളരെ ഉണ്ടാവില്ല, ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സ് തന്നെ. മേ ബി ആസ് യൂഷ്വൽ അദ്ദേഹം എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയെ കുറിച്ചിട്ട് ഒന്ന് പതുക്കി അല്ലെങ്കിൽ ഒരു പെടി താഴ്ത്തി വെച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതും. ഈ സിനിമയിൽ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണോ എന്ന് അറിയില്ല, ഓവർ മേ ബി ഈ ദൃശ്യം 2ലുള്ള പോലെ ഭയങ്കരമായിട്ടുള്ള സസ്പെൻസും സർപ്രൈസിങ് ആക്കുന്ന എലമെന്റ്സ് ഒന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ അത് എന്ത് പറഞ്ഞാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയ എന്തൊരു വിസ്മയമായിരിക്കും നമുക്കറിയാം. ജിത്തു ജോസഫാണ് ഡയറക്ടർ. സോ
എല്ലാ പരിപാടികളും കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വർക്ക് ഇനി പ്രീ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലേക്കോ നെക്സ്റ്റ് മന്ത് കടക്കാൻ പോകാന്നുള്ള ഒരു അനൗൺസ്മെന്റ് ജസ്റ്റ് സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയണ്ടേ. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. മാത്രമല്ല നിങ്ങളെല്ലാവരും പ്രതീക്ഷകളും, കാരണം ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ കൾട്ട് ക്ലാസിക് എന്നൊക്കെ നമ്മൾ പറയെങ്കിൽ പോലും ഇങ്ങനത്തെ സിനിമകളാണ് ശരിക്കും അത്. കാരണം 2013 ശേഷം ഈ നിമിഷം വരെ എനിക്ക് തോന്നുന്നു ദൃശ്യം 3 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൃശ്യത്തിനെ പറ്റി കേൾക്കുന്നതാണ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി നമ്മൾ കേൾക്കുന്ന അറിയുന്നതാണ്. സോ അതാണ് ഒരു കൾട്ട് ക്ലാസിക് മൂവി എന്ന് പറഞ്ഞാൽ. സോ എന്തായാലും നമ്മൾ എല്ലാവരും ഇതൊരു ഫൈനൽ, അതായത് മൂന്നാമത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെയ്ക്കും. ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ദൃശ്യം 1 തുടങ്ങിയ സിനിമ കഥ കഴിയുന്നത് ദൃശ്യം 3 എന്താണ് അദ്ദേഹം നമുക്കായിട്ട് എന്താ പറയുക, എന്ത് സർപ്രൈസിങ് ആയിട്ടുള്ള എലമെന്റ് ആണ് ആ സിനിമയിൽ ഉണ്ടാവുക. അദ്ദേഹം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ആസിഫ് അലീൻ്റെ കൂമലിലെ ക്യാരക്ടർ ഇതിലേക്ക് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ വരുന്നുള്ള ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളും, സാം അലക്സ് വരുമോ, ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരും വരുന്നില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്, ജോർജ് കുട്ടിയും കാര്യങ്ങളായിട്ടാണ് പോകുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹം എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒന്ന് ചെറുതാക്കി പറയാൻ എപ്പോഴും അങ്ങനെയാണ്. അതും അദ്ദേഹം സമ്മതിച്ചു. ഞാൻ എൻ്റെ സിനിമകളെ കുറിച്ച് ഒരു പടി ഒന്ന് താഴ്ത്തി വെച്ചിട്ടാണ് പറയാറ് എപ്പോഴും. അഫ്കോഴ്സ് നമുക്കറിയാം ഓവർ എക്സ്പെക്ടേഷൻ്റെ കാര്യങ്ങൾ. അപ്പം ഇതൊരു ചെറിയ ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. എന്താ പറയുക, അപ്പോൾ ദൃശ്യം 3 ഉടനെ തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം റിലീസ് ഉണ്ടാവില്ല, എന്തായാലും ഈ വർഷം അവസാനിക്കാനായി. എന്തായാലും നെക്സ്റ്റ് ഇയർ തന്നെ റിലീസ് ഉണ്ടാവും. കാരണം നമുക്കറിയാം അതൊരു ഓവർ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു സിനിമ തന്നെയാണ്. സോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിജയമായിരിക്കും. തിയേറ്ററിൽ പോയിട്ട് കാണാൻ നമുക്ക് പറ്റും എന്തായാലും. അപ്പോൾ നിങ്ങളെ ആൻറ്റിസിപ്പേഷൻ എന്താണ് ഈ സിനിമയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഈ കണ്ടന്റ് ഈ പറഞ്ഞ കണ്ടന്റിലേക്ക് മാറ്റുന്നതിൽ നിങ്ങളെ ഒരു ആഗ്രഹം തോന്നുന്നത്. കാരണം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ സബ്ജക്റ്റ്. കാരണം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, കാരണം നമ്മളെ ഏൻഷ്യൻ ഹിസ്റ്ററി, നമ്മൾ ഇന്ത്യയിലെ, കാരണം ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളെ രാജ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമല്ല. ഞാൻ പൊളിറ്റിക്സ് അതൊന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മളെ രാജ്യത്തിന് ഈ മനുഷ്യന്മാരുണ്ടായതിലും പുരാതനമായ സംസ്കാരത്തിൽ ഈ ലോകത്തിന്, ഞാൻ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഒരു ഹ്യൂമൻ എന്താ പറയുക റൈസിലും എന്തിലും നമ്മുടെ ഇന്ത്യക്ക് വല്ലാത്തൊരു സാന്നിധ്യം ഇന്ത്യയുടെ, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇന്ത്യക്ക് ഉണ്ട് അതിലൊക്കെ. അത് നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചും പഠിച്ചും പോയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന ഇന്ത്യ ഒന്നല്ല. അതായത് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ഓക്കെ ആദ്യം മനുഷ്യന്മാർ എവിടെ ഉണ്ടായി, ആഫ്രിക്കയിലാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിലൊക്കെ, അല്ലെങ്കിൽ 7 വൻകരകൾ ഉണ്ടായി അങ്ങനെ. പക്ഷെ ഇതിനൊക്കെ നമ്മൾക്ക് ഇന്ത്യയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന, ബന്ധപ്പെടുത്തുന്ന ഒരു കഥകളും കാര്യങ്ങളും ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ അത്രത്തോളം സംഭവമാണ്. എന്തായാലും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സബ്ജക്റ്റ് വെച്ചിട്ട്, ഓരോരോ മാറ്റർ വെച്ചിട്ട് എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാമെന്നാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്ലിംസ് പോലെ പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.